എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ മറന്നുപോയ പാസ്വേഡൊക്കെ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൊബൈലിൽ എപ്പോഴും ഫേസ്ബുക്ക് ഉണ്ടാവും, പിന്നെ ജിമെയിൽ, പിന്നെ ഇൻസ്റ്റ, ഹോട്ട്മെയിൽ, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അവയൊന്നും നമുക്ക് പാസ്വേഡ് ചോദിക്കത്തില്ല. നമ്മൾ സാധാരണ തുറന്ന് നമ്മൾ ഉപയോഗിക്കുകയാണ് പതിവ്. അത് ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ പാസ്വേഡ് മറന്നു പോകും. നമുക്ക് എല്ലാ പാസ്വേഡും കൂടെ ഓർത്തിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൽ തന്നെ നമുക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വേറൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴോ, PC-യിൽ, കമ്പ്യൂട്ടറിൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് മാറി വേറൊരു മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ പാസ്വേഡ് നമുക്ക് അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അന്നേരം നമ്മൾ ആ സമയത്താണ് നമുക്ക് ഈ പാസ്വേഡിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മുടെ ഈ പാസ്വേഡ് എല്ലാം നമുക്ക് കണ്ടെത്താനാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്, വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വളരെ സിമ്പിളല്ലേ, ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ എന്ന് ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ ചില കുട്ടികൾക്കൊക്കെ അറിയാത്തവരുണ്ട്. പിന്നെ പുതിയതായിട്ട് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക്. അപ്പം നമ്മൾ മൊബൈലിൽ അവർ ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ കമ്പ്യൂട്ടറിൽ അവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പാസ്വേഡിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ മൊബൈലിൽ നമ്മൾ സെറ്റിങ് നമ്മൾ എടുക്കണം. സെറ്റിങ് കണ്ടുപിടിക്കുക. സെറ്റിങ് എടുത്തു. ഇവിടെ നമ്മൾ സെറ്റിങ് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ ഇതാണ് സെറ്റിങ്ങിൻ്റെ സ്ക്രീൻ. ഇതാണ് അതിൻ്റെ ഏറ്റവും താഴോട്ട് വരണം. ഏറ്റവും താഴെ വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഈ ഗൂഗിളൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പം രണ്ട് ഓപ്ഷൻ ചോദിക്കും, റെക്കമെൻഡഡ് എന്നും ഓൾ സർവീസ്. നമ്മൾ എടുക്കേണ്ടത് ഓൾ സർവീസ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് കുറേ താഴോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്യാം. അവിടെയും പിന്നെ കുറേ താഴോട്ട് വരുമ്പം ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ മൊബൈലിൽ എന്തെല്ലാം ആപ്ലിക്കേഷനാണോ ഇൻസ്റ്റാൾ ചെയ്തത് അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ വരും. പിന്നെ എനിക്കത് കാണണം. കണ്ടോ, ഇത് ഞാൻ ആമസോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഹോട്ട്മെയിൽ, പിന്നെ OLXൻ്റെ, പിന്നെ സൂം, അങ്ങനെ ഞാൻ എന്തെല്ലാം ആപ്ലിക്കേഷനാണോ ഇതിനകത്ത് പാസ്വേഡ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് കാണും. എനിക്കതിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ആമസോണിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ ആമസോണിൻ്റെ പാസ്വേഡ് കാണുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഈ ഐയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഐ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് ആയത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് കാണിച്ചു തരും. പിന്നെ അതുമല്ല ഇത് കണ്ടില്ലേ, സെക്കൻഡ് ഓപ്ഷൻ ഒരു കോപ്പി എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും നമുക്ക് അതിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ എഡിറ്റ് ചെയ്യാം. ആ പാസ്വേഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനാണ് എഡിറ്റ്. പിന്നെ അതിനെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ അതിനെ ഷെയർ ചെയ്യാം. വേറെ ആർക്കെങ്കിലും നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ ആഡ് നോട്ടെന്ന് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പാസ്വേഡ് എന്തിനെ പറ്റിയിട്ടാണ്, ഇപ്പോൾ മൈ പെറ്റെന്നോ അല്ലെങ്കിൽ മൈ ഹൗസെന്നോ അല്ലെങ്കിൽ മൈ സണ്ണെന്നോ എന്തെങ്കിലും നമുക്ക് പേര് കൊടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനാണ് ആഡ് നോട്ടെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നോട്ട് ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ്. ഞാൻ അടുത്തെടുത്തു. ഇനി അടുത്ത ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നു. കണ്ടോ, ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചോദിക്കും. ഇവിടെ ഇങ്ങനെ ഐ വന്നിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ പാസ്വേഡ് കാണിച്ചു തരും. കോപ്പി ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, പിന്നെ അതിനെ ഷെയർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും പാസ്വേഡ് ഒറ്റ സ്ക്രീനിൽ നമുക്കെല്ലാം ഒന്നിച്ച് കാണാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ പാസ്വേഡൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പാസ്വേഡ് മറന്നുപോയി, ഒരുപാട് ആൾക്കാർക്ക് പാസ്വേഡ് മറന്നുപോയി എന്ന് പറയുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് എന്താ, എനിക്ക് ആ ജിമെയിലിൻ്റെ പാസ്വേഡ് മറന്നുപോയി. ഇപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് വേറെ കമ്പ്യൂട്ടറിലാണ് നമ്മൾ വെച്ച് നമുക്കൊന്ന് ജിമെയിലൊന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെയിൽ ID മാത്രമേ അറിയത്തുള്ളൂ, പാസ്വേഡ് അവർക്ക് അറിയത്തില്ല. അവർ പറഞ്ഞ് മറന്നുപോയി, ഷോപ്പിലാണ് അവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തപ്പം അവർ പാസ്വേഡ് ഇട്ട് കൊടുത്തതാണ്, അവർക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുമില്ലല്ലോ, നമ്മുടെ മൊബൈലിൽ നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്നുമില്ല.
അങ്ങനെ നമ്മളെല്ലാം മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് എല്ലാ പാസ്വേഡും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനിത് എല്ലാം ക്ലോസ് ചെയ്തു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മൊബൈലെടുത്തിട്ട് നമ്മളിവിടെ സെറ്റിംഗ് എന്നൊന്ന് ടൈപ്പ് അടിച്ച് കൊടുക്കുക. സെറ്റിംഗ് ടൈപ്പ് അടിക്കേണ്ട, സെർച്ച് പോയിട്ട് സെറ്റിംഗ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, 2 ഓപ്ഷൻ ഉണ്ട്, റെക്കമെൻഡഡും ഓൾ സർവീസ്. നമ്മൾ ഓൾ സർവീസ് എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ വന്നിട്ട് ഗൂഗിൾ പാസ്വേഡ് മാനേജർ നമ്മളൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ഞാൻ ഇതിനകത്ത് എന്തെല്ലാം ആപ്ലിക്കേഷനാണോ ഇൻസ്റ്റാൾ ചെയ്തത് അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്വേഡ് കാണിച്ചു തരും. എല്ലാത്തിൻ്റെ പാസ്വേഡും കാണിച്ചു തരും. കാണിക്കുന്നത് തന്നെയല്ല, നമുക്ക് എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ കമ്പ്യൂട്ടറിൽ, നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറൊക്കെ, അതിനകത്തും നമ്മൾ കുറേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തൊക്കെ പാസ്വേഡും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.